ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മുടെ രാവിലെ കാലൊക്കെ എണീറ്റിട്ടുണ്ട് മച്ചാമാരെ. ഗൈസ്, അപ്പോൾ രാവിലെ എണീറ്റ് ഗൈസ് എന്താ പരിപാടി എന്ന് വെച്ചാൽ ഗൈസ്, ഇപ്പോൾ ഇന്നൊരു പരിപാടി ഇല്ലാത്തൊരു ദിവസമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഗൈസ് നമ്മളെ വീട് കാലൊക്കെ ഒന്ന് വൃത്തിയൊക്കെ ആക്കി ഒന്ന് വേറെ പെയിൻറ്റൊക്കെ അടിക്കാമെന്ന്. ഇത് ആരാ വിളിക്കുന്നത് രാവിലെ? എൻ്റെ മോനോടെ പോലീസല്ലേ? ഹലോ പറ സാറേ. ഓക്കെ സാറേ, ഓക്കെ. ഓക്കെ സാറേ. കാരണം നമ്മളെ പോലീസുകാരൊക്കെ വിളിച്ചതെന്ന് വെച്ചാൽ അത്യാവശ്യമായിട്ട് പോലീസ് സ്റ്റേഷനിലോട്ട് ചെല്ലാനാ ഗൈസ്. ഇത് വീണ്ടും വന്ന ഗൈസ്. അന്ന് ഞാൻ ഓട്ടിച്ചു വിട്ടതല്ലേ ഈ ഹെരി കാരിയറിനെ. ഗൈസ് വീണ്ടും അവന്മാർ നമ്മുടെ കൂടെ അടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പം എന്തായാലും ഞാനെന്ന് അങ്ങോട്ട് ചെല്ലട്ടെ കേട്ടോ. പോലീസുകാർ ഇതിനായിരിക്കും ചിലപ്പോൾ വിളിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. അർജുൻ്റെ അവിടെ പെട്ടെന്ന് വരാനാണ് പറഞ്ഞത്. അതാണ് കേസ് ഇപ്പം ഞാൻ കാർ എടുത്തത്. അല്ലാത്ത വശം ഞാൻ നടന്നാണ് കേസ് പോകുന്നത്. എന്ന് വെച്ചാൽ ഇത്രയും അടുത്തായിട്ടുള്ള സ്ഥാപനത്തിലൊക്കെ നമുക്ക് നടന്നു പോയാൽ മതി. ഇപ്പം പിന്നെ അടിയന്തരമായിട്ട് വിളിച്ചുകൊണ്ട് തന്നെ നമ്മൾ കാറുകളൊക്കെ എടുത്തുകൊണ്ടാണ് കേസ് ഇപ്പം നമ്മൾ പോകുന്നത്. ഓക്കെ കേസ്, ഇപ്പം ഞാൻ വേണം കേട്ടോ കേസ് ഇപ്പോൾ ഇതിനെയൊക്കെ ഒഴിപ്പിക്കാൻ. ഇവരെ എത്ര വലിയ സ്കോഡ് ഇറങ്ങിയാലും ഇതിനെ നശിപ്പിക്കാൻ പറ്റത്തില്ല. പിന്നെ സാറേ വിളിച്ചത് എന്താ സാറേ? ഓക്കെ, അകത്തോട്ട് ഇല്ലാനോ? ഓക്കെ സാറേ വിളിച്ചായിരുന്നു. സാറേ എനിക്ക് അപ്പനെ തോന്നിയായിരുന്നു സാറേ. ഓക്കെ സാറേ. ഗൈസ്, അപ്പോൾ നമ്മളെ ആൾക്ക് പറഞ്ഞതെന്ന് വെച്ചാൽ അത് ഇച്ചിരിയും കൂടെ പവറായിട്ടാണ് വന്നേക്കുന്നത്. നമ്മുടെ ഈ ഒരു ഗണ്ണും കാര്യങ്ങളൊക്കെ ഇപ്പോൾ തരാൻ പറ്റൂലെന്ന് കേട്ടോ ഗൈസ്. നമ്മളെ വിളിച്ചൊരുത്തരും അപമാനിക്കുന്ന കണക്കുണ്ട് കേട്ടോ ഗൈസ്. ഇപ്പം ഈ ഒരു ഗണ്ണും കാര്യങ്ങളൊക്കെ അവർക്ക് തരാൻ പറ്റൂല. അപ്പം ഗണ്ണും കാര്യങ്ങളൊക്കെ സർക്കാരുടെ ഇതിലാണെന്നാണ് ഇപ്പോൾ പറഞ്ഞേക്കുന്നത്. നമുക്ക് ഗണ്ണില്ലാത്ത ഏതെങ്കിലും ഒരു പരിപാടി ചെയ്യണമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. ഓക്കെ ഗൈസ്, ഇപ്പം നമുക്ക് ഗണ്ണില്ലാതെ എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഗൈസ് നമുക്ക് ഹൾക്ക് മാമൻ്റെ വീട് വരെ ഒന്ന് പോകണം ഗൈസ്. ഇപ്പം ഗൈസ് മറ്റേ ഹൾക്കല്ല, ഇത് നമ്മളെ മാമനാണ് കേട്ടോ ഗൈസ്. ഇപ്പം ഹൾക്ക് മാമനാണ്. അയാളെ ഷൂട്ടിന് മരുന്നങ്ങ് തരാൻ പറയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇച്ചിരി ഞങ്ങൾ എളുപ്പമായേനെ കേട്ടോ ഗൈസ്. അപ്പം എന്ന് വെച്ചാൽ നമുക്കാണെങ്കിൽ ആ മരുന്ന് കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ വൈബല്ലേ ഗൈസ്. അപ്പം ഇതിനകത്ത് കയറി അടിക്കാം കേട്ടോ ഗൈസ്. എല്ലായിടത്തിനും കയറി നമ്മളെ ഹൾക്ക് മാമൻ്റെ വീട് വരെ ഒന്ന് പോകണം ഗൈസ്. ഇപ്പോൾ ഹൾക്ക് മാമൻ്റെ സോപ്പിടാൻ എൻ്റെ മോനോട് ആ പൊറോട്ട ഇറച്ചി മേടിച്ചുകൊണ്ട് കൊടുക്കാം. അയാൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് പൊറോട്ട ഇറച്ചി. അപ്പം നമ്മൾ വിചാരിച്ചു ഈ കടയിൽ നിന്ന് ആൾക്ക് പോയി മേടിക്കാൻ കേട്ടോ. സമയമില്ലാത്ത സമയത്ത് അയാൾക്ക് പൊറോട്ട ഇറച്ചി എന്തൊക്കെ പറയാനാണ്. എന്തായാലും നമുക്കിവിടെ മേടിച്ചുകൊണ്ട് വരാം കേട്ടോ ഗൈസ്. അപ്പം ഗൈസ്, അപ്പം ഓക്കെ ഗൈസ്, അങ്ങനെ ഞാൻ ആൾക്ക് മേടിച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് നേരെ നമ്മൾ ഹൾക്ക് മാമൻ്റെ വീട് വരെ പോകണം. ഹൾക്ക് മാമ പുതിയ വീടാണ്ടേക്ക് എടുത്തെന്ന് ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. എന്തായാലും എൻ്റെ ലൊക്കേഷൻ ഉണ്ട് കേട്ടോ ഗൈസ്. ഇപ്പോൾ ലൊക്കേഷൻ ട്രാക്ക് ചെയ്തങ്ങ് പോകാൻ തോണ്ട ഗൈസ്. ഇല്ല, വീട്ടിൻ്റെ ബാക്കിലാണ് നമ്മുടെ ഹൾക്ക് മാമൻ്റെ വീട് കേട്ടോ ഗൈസ്. അവിടെ ആയിട്ടാണ് കാണിക്കുന്നത്. ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല, വല്ല പച്ചപ്പിൻ്റെ ഇടയിൽ കയറി ഇരിക്കും അയാൾ. അങ്ങനത്തെ ഒരാളാണ് ഗൈസ്. ഇപ്പം നമ്മൾ കാണുക ഇവരെയൊക്കെ വെച്ചൊരു ഹൈഡ് ആൻഡ് സീക്ക് വീഡിയോ കാണുകയൊക്കെ ചെയ്യണമെങ്കിൽ, ഹൈഡ് ആൻഡ് കില്ലോ ഹൈഡ് ആൻഡ് സീക്ക് വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ്. അപ്പോൾ പകുതി ഒരു ലൈക്ക് ചെയ്യാതാണ് ഗൈസ്. ഇപ്പോൾ വീഡിയോ ആണെന്ന് എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്തേക്കും വെച്ചാൽ. എന്തായാലും നമ്മളെ കാര്യങ്ങളൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഹൾക്ക് മാമൻ്റെ പറയാം ഗൈസ്. ഇപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കട്ടെ കേട്ടോ ഗൈസ്. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഗൈസ് നമുക്ക് ഹൾക്ക് മാമൻ്റെ അടുത്ത് പോയി സ്യൂട്ടൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് കാണാം. നമ്മൾ ഷൂട്ടിങ് ആളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു മച്ചാന്മാരെ. അങ്ങനെ കേസ് ഇപ്പോൾ നമ്മുടെ ഷൂട്ടിങ് ആളൊക്കെ ഇട്ടോട്ട് കേസ് ഇപ്പം നമ്മുടെ ആളൊക്കെ നടന്നങ്ങ് പോവുകയാണ് കേട്ടോ കേസ് നമ്മൾ പോലീസ് സ്റ്റേഷനിലോട്ട്. കേസ് ഇപ്പോൾ എന്തായെന്ന് അറിഞ്ഞൂടോ ഗൈസ്. അപ്പം ഇവിടെ ഒരു ഹെലികോപ്റ്റർ ആളൊക്കെ കിടപ്പുണ്ടല്ലോ. ഓക്കെ കേസ്, അപ്പോൾ ഈ ഒരു സാറിനെ ഒന്ന് വിളിക്കട്ടെ. സാറ് വിളിക്കുന്നല്ലോ. ഹലോ സാറേ പറ. ഓക്കെ സാറേ. ഓക്കെ കേസ്, ഇപ്പോൾ നമ്മുടെ സാറിനാളൊക്കെ പറഞ്ഞു വെച്ചാൽ അവിടെ കിടക്കുന്ന ഹെലികോപ്റ്റർ നമുക്ക് എടുക്കാനാണ് കേട്ടോ കേസ്. അങ്ങോട്ട് പോകാനാണെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്തായാലും ആളൊക്കെ ഹെലികോപ്റ്ററിലോട്ട് കേസ് ഇപ്പോൾ ഹെലികോപ്റ്റർ നമുക്ക് കയറാൻ പറ്റത്തില്ല. ഇട്ടിട്ടുണ്ട് കേസ്. ഇപ്പോൾ ഓക്കെ കേസ്. അപ്പോൾ എന്തായാലും നമ്മളെ ഹൾക്ക് മാമനെ സോപ്പിടാൻ നല്ല പാടായിരുന്നു. അയാൾക്ക് പൊറോട്ട ഇറച്ചിയും കൂടെ ഇച്ചിരി വല്ല ജ്യൂസും വേണമെന്നൊക്കെ പറഞ്ഞ് പെപ്സിയൊക്കെ മേടിച്ചുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. എന്തായാലും എനിക്കിപ്പോൾ അറിഞ്ഞൂടാ. എന്തായാലും നമ്മൾക്ക് ഈ ഒരു ഹെരിക്കാരനെ അടുത്തോണ്ട് പോവുകയാണ് കേട്ടോ ഗൈസ്. അപ്പം നമ്മളെ നാടിനെ രക്ഷിക്കാനാണെന്ന് പറഞ്ഞപ്പോൾ നമ്മളെ ഹൾക്ക് മാമൻ തന്നത് ആണ് കേട്ടോ ഗൈസ്. അപ്പം നമുക്ക് പൊറോട്ട ഇറച്ചികളെ കൊടുത്തുകൊണ്ട് അത്രയും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇയാളെയൊക്കെ ചെയ്ത് ഞാൻ മരിക്കുമെന്ന് വരെ എനിക്കൊരു പേടിയുണ്ട്. തേജ് കഴിച്ചപ്പം നമ്മുടെ ഹൾക്ക് മാമൻ്റെ നമ്മുടെ 10 രൂപ വെറുതെ ആയോ? 10 രൂപ വെറുതെ ആയോ മച്ചാന്മാരെ?
എൻ്റെ മോനെടാ പത്തിക്ക് അടിച്ച് വെറുതെ ആയില്ല. ഹൽക്ക് മാമനെ പവർ ഇച്ചിരി ഓക്കെ. എൻ്റെ മോനെ കേസ് ഇപ്പം മാവന്മാർ നല്ല ആക്രമിക്കുന്നുണ്ട്. എൻ്റെ മോനെ ഈ സ്യൂട്ട് ഇട്ടുകൊണ്ട് നമുക്ക് വേദനയൊന്നും അറിയാൻ പറ്റത്തില്ല. എന്തുവാടാ ഹൽക്കിനെ കുറിച്ച് എന്തുവാടാ നിങ്ങൾക്ക് വിചാരിച്ചിരിക്കുന്നത്? എടാ ഹൽക്കിനെ കുറിച്ച് എന്തൊക്കെയാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? എടാ മോനെടാ എൻ്റെ തലയിൽ കയറി തടിക്കാൻ പറ്റുവാടാ ഈ ഹൽക്ക് മാമന്. ഈ ഹൽക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിൻ്റെയൊക്കെ കഥ കഴിച്ചപ്പോൾ ഓക്കെ. നമ്മൾ ഇച്ചിരി മാസം ഡയലോഗ് ഇട്ടാണ് എല്ലാം വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് നമ്മളെ കഴിച്ചപ്പോൾ ഇഞ്ചിപ്പലോ ഒറ്റ പൊറ്റു ഗൈസ്. ഈ ഹൽക്കിന് എന്താണ് പവർ ഇല്ലടാ ഈ സ്യൂട്ടിന്. ഹൽക്ക് പവർ നമ്മൾ പറ്റിച്ചതാണോ എന്ന് ഒരു ചെറിയൊരു നോടാൻ പോലും സമ്മതിക്കുന്നില്ല. തേഞ്ഞ് പുകയും വെടിയും മാത്രമേ നമ്മളെ കണ്ണിൽ കാണാൻ പറ്റത്തുള്ളൂ. എൻ്റെ പൊന്നു ചാടി. ആഹാ ഇന്നോളെ ആക്രമിക്കുന്നില്ലേ? ഹൽക്ക് മാമൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിൻ്റെയൊക്കെ കൊണ്ടേ പോത്തുള്ളൂ. അവന്മാരെ വെടി കാണുന്നു കേട്ടോ. അവന്മാർ കുഞ്ഞ മോനെ നമ്മൾ ആകാശത്ത് പറന്ന് പോയിട്ട് നേരെ നമ്മളെ ഭൂമിയിലോട്ട് ചെന്ന് പതിക്കുകയാണ്. എൻ്റെ പൊന്നോ അത്ര ഉയരത്തിൽ നിന്ന് വീഴുമ്പോൾ ഞാൻ മരിക്കുമെന്ന് എനിക്ക് ചെറിയ പേടിയുണ്ട്. ഹൽക്കിനെ സ്യൂട്ടായതുകൊണ്ട് മരിക്കത്തില്ല കേസപ്പം. ഞാൻ മരണം കേട്ടോ കേസപ്പം. ഓക്കെ മച്ചാമാരെ ഹൽക്കിൻ്റെ സ്യൂട്ട് ലവന്മാരെ വല്ലാത്തതാണ് കേട്ടോ കേസപ്പം. നമ്മളങ്ങോട്ട് ചെന്ന് കയറാൻ പോലും നമ്മൾ സമ്മതിച്ചില്ല. ഇല്ല ജെറ്റിടൊന്ന് കാണിക്കുന്ന വട്ടിത്തരം കണ്ടു കേസപ്പം. ജെറ്റ് കാണിക്കുന്ന വട്ടിത്തരം കണ്ടു കേസപ്പം. സോ നമ്മളിന്ന് ആരെ വിളിക്കാനാണെന്ന് ചോദിച്ചാൽ നമ്മളെ സൂപ്പർമാനെ തന്നെ വിളിച്ചേ പറ്റത്തുള്ളൂ ഗൈസ്. അപ്പോൾ ഇവന്മാരെ തീർക്കണമെങ്കിൽ സൂപ്പർമാൻ അണ്ണനെ തന്നെ വിളിക്കണം. അപ്പോൾ നമുക്ക് സൂപ്പർമാൻ എന്ന് വെച്ചാൽ അങ്ങനെയൊന്നും സ്യൂട്ട് അങ്ങനെ തരാതൊന്നും ഇരിക്കത്തില്ല. നമ്മളെന്ന് നൈസിനൊക്കെ മോഷ്ടിട്ടാൽ മതി കേട്ടോ ഗൈസ്. അല്ലാതെ ഒരു കുഴപ്പമില്ല. വലിയൊരു കാറിനങ്ങളൊക്കെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ബുഗാട്ടി കാറിനങ്ങോട്ട് കേസ് ഇപ്പം നമ്മളെ ഓട്ടത്തിന് സ്പീഡുണ്ട് കേസ്. ഇപ്പം ഓക്കെ നിർത്തടാ ഇടേ നിൻ്റെയൊക്കെ നാടിനെ രക്ഷിക്കാം കേശപ്പം. നിർത്താൻ പറഞ്ഞൊരു ഇടി കൊടുത്തതേ ഉള്ളൂ. പൊട്ടിയെന്ന് വിചാരിച്ചു. എന്തുവാടാ ഈ ഹൽക്ക് അവൻ്റെ പവർ വല്ലാത്ത പവറാണ്. ഹെലിക്കാരറിന് മുമ്പിൽ ചെല്ലുമ്പോൾ വെറും പൂച്ചക്കുഞ്ഞിനെ കണക്കാണ് ഇവൻ ഇരിക്കുന്നത്. എൻ്റെ മോനെ എന്താണ് കേസപ്പം. അവന്മാരെ ഞാൻ തകർക്കും. തകർത്തിട്ടേ ഞാൻ അവന്മാരെ പോത്തോളൂ കേട്ടോ കേസപ്പം. എൻ്റെ മോനെ മാറാ കേസ്. എന്തായാലും സൂപ്പർമാൻ്റെ ഷൂട്ടുകളൊക്കെ ഇട്ടിട്ട് കാണാം കേസ്. അങ്ങനെ ഞാൻ സൂപ്പർമാൻ്റെ ഷൂട്ടുകളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ കേസ്. ഇപ്പം നമ്മൾ നൈസിന് അടിച്ച കാളൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി എൻ്റെ അടുത്താണ് കളി. തിൻ്റെയൊക്കെ ദാസ നീയൊക്കെ ഇനി ചത്ത് സൂപ്പർമാൻ അണ്ണൻ്റെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിന്നെയൊക്കെ കൊണ്ടേ പോത്തുള്ളൂ. ഇപ്പോഴേ പറഞ്ഞു സൂപ്പർമാനാണ്. എനിക്കൊക്കെ വേണമെങ്കിൽ ഇതിൽ മരിഞ്ഞ് വരാം. എനിക്കൊക്കെ വേണമെങ്കിൽ നീയൊക്കെ പോകുന്നതാണോ നല്ലത്? നിൻ്റെയൊക്കെ ജീവനും വേണമെങ്കിൽ തീർത്തരാടാ മോനെ. ഓക്കെ ലേസർ കേസ്. ഇത് ചതിച്ചോ കേസ് അമ്മാര് ഇച്ചിരി പവറുള്ളവന്മാരാ കേട്ടോ. ഇതിലൊന്നും നമ്മളെ തകർക്കാൻ പറ്റത്തില്ല. തകർക്കാൻ പറ്റത്തില്ല. നമ്മളൊറ്റ ശ്രദ്ധിക്കുന്ന ഒറ്റ അടിയാണ്. ഇപ്പം എന്താണ് ഇവിടെ നടക്കുന്നത്? കുറേ വെടി പുകയും മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ കേസ്. ഓക്കെ സൂപ്പർമാനാണോ പോട്ടെ. സൂപ്പർമാനാണ് ചത്തെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ മോനോ കേസ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു പാർട്ട് 2 ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ വെച്ചാൽ